നമസ്കാരം. അടുത്ത ഞായറാഴ്ച ജനുവരി 21 എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും സീറോ മലബാർ സഭയിലെ 49 മെത്രാന്മാർ ഒപ്പിട്ട കൽപ്പന വായിക്കണം എന്നാണ് സീറോ മലബാർ സിനഡ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏകീകൃത കുർബാനക്രമം നടപ്പാക്കാനുള്ള ഈ കൽപ്പനയായി ഈ സർക്കുലറിനെ അത് ഒരു ഉപദേശം മാത്രമാണ്, അത് ഒരു കൽപ്പനയല്ല എന്നാണ് നമ്മുടെ വിമതരുടെ ഗുരുവായ ഷൈജു ആന്റണി കണ്ടുപിടിച്ചിരിക്കുന്നത്. മാർപ്പാപ്പ റോമിൽ നിന്നും വീഡിയോയിലൂടെ വിശ്വാസികളോട്, വൈദികരോട് ഏകീകൃത കുർബാനക്രമം അർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ മാർപ്പാപ്പയ്ക്ക് ഇതൊന്നും അറിയില്ല എന്ന പ്രചാരണം പൊളിഞ്ഞു. സിനഡിൽ തന്നെ മെത്രാന്മാർ ധാരാളം സിനഡ് കുർബാനയ്ക്ക് എതിരാണ് എന്ന പ്രചാരണമായിരുന്നു. ഇപ്പോഴിതാ 49 മെത്രാന്മാർ ഒപ്പിട്ടുകൊണ്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരോടും വിശ്വാസികളോടും സിനഡ് കുർബാന അർപ്പിക്കണമെന്നും, അല്ലെങ്കിൽ ഇത് സഭാ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോകും എറണാകുളം അങ്കമാലി അതിരൂപതയെന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് ഷൈജു ആന്റണി കണ്ടുപിടിച്ചിരിക്കുന്നു, ഇത് കൽപ്പനയല്ല, വെറും ഉപദേശം മാത്രം. ഇനിയും എന്തൊക്കെ ന്യായങ്ങളാണാവോ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാഗാത്രത്തിനേറ്റ മുറിവ് ഉണക്കാൻ മരുന്ന് പുരട്ടുന്നതിന് പകരം മുളക് പുരട്ടിയിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത് കത്തിക്കും, കുപ്പത്തൊട്ടിയിൽ എറിയും എന്നൊക്കെയാണ്. കാണാം അടുത്ത ഞായറാഴ്ച. പല പള്ളികളിലും കൽപ്പന വായിക്കില്ല, മാത്രമല്ല കത്തിക്കുകയും ഒക്കെ ചെയ്യും. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദികരെല്ലാം അവസാനമായി ഏകീകൃത കുർബാനക്രമം അനുഷ്ഠിക്കാൻ തയ്യാറാണ്. പക്ഷെ ഒരു കാര്യം മാത്രം, ഞങ്ങളുടെ കയ്യിലിരിപ്പ് തുടരും. ഞങ്ങളെ എങ്ങനെയാണോ ട്രേഡ് യൂണിയൻ ഗുണ്ടകളെ പോലെ മെത്രാന്മാരെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടിയിരുന്നത്, ഞങ്ങൾ എങ്ങനെയാണോ ഞങ്ങളുടെ ഏകാധിപത്യവും ശൈലി എങ്ങനെയായിരുന്നു, അതൊക്കെ ഞങ്ങൾ തുടരും. ഏകീകൃത കുർബാന അർപ്പിക്കാം. ഇതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികര്. അത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. തങ്ങളുടെ മുറിവുകളിൽ മുളക് പുരട്ടി എന്ന് പറഞ്ഞപ്പോൾ അങ്കമാലി നസ്രാണി സൈന്യത്തിലെ ഒരു ആക്റ്റീവ് മെമ്പർ പറഞ്ഞത്, ഇവരുടെ മുറിവുകളിൽ മുളകല്ല പുരട്ടേണ്ടത്, പൊട്ടാസ്യം സൈനൈഡ് ആണ്, അത്രയും വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. ചില ഇടവകകളിലൊക്കെ സഭയോട് ഒത്തുനിന്ന, സിനഡിനോടൊപ്പം നിന്ന ഒറ്റപ്പെട്ട വിശ്വാസികളുടെ നേരെ പ്രതികാര നടപടികളുമായി വിമത വൈദികർ, വിമത വികാരിമാര് വരുന്നുണ്ട്. അവർക്ക് പലപ്പോഴും തങ്ങളുടെ വിശ്വാസി സമൂഹത്തിന്റെ, വിമത സമൂഹത്തിന്റെ പിൻബലവും കിട്ടും. പക്ഷേ അങ്ങനെ സിനഡിനോടൊപ്പം നിന്ന വിശ്വാസികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ എനിക്ക് വിമത വൈദികരോട്, അത്തരം വൈദികരോട് ഓർപ്പിക്കാനുള്ളത്, മലയാറ്റൂരിലെ ആ കുരിശുമുടി റെക്ടർ ഫാദർ തേലക്കാട്ടിന്റെ അനുഭവം ആയിരിക്കും അവർക്കുണ്ടാകാൻ പോകുന്നത്. സൂക്ഷിക്കുക. നന്ദി, നമസ്കാരം.